നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 7 മണിയായി. എങ്കിലും നല്ല സന്തോഷമാണ് കേട്ടോ. കാരണം നാളെ ഫ്രൈഡേ ആണല്ലോ. വീക്കെൻഡ് തുടങ്ങി. ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട്. അങ്ങനെ എന്നാൽ പിന്നെ പോയേക്കാം. സ്ട്രീറ്റ് നമ്പർ 5ആണിത്. ടൊയോട്ടയുടെ സ്പെയർ പാർട്സ് സെക്ഷനാണ് കാണുന്നത്. ഇവിടെ പിന്നെ ഓട്ടോമൊബൈൽ സംബന്ധമായിട്ടുള്ള ഒരുപാട് കമ്പനികളും ഗാരേജുകളൊക്കെയാണ് ഉള്ളത്. അങ്ങനെ ഞാനിപ്പോൾ അസീസിയയിലെത്തി. അങ്ങനെ ഫൈനലി വ്യാഴാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞു നമ്മുടെ ഏരിയയിലെത്തി. പുറകിൽ കണ്ടോ പള്ളി? ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അസീസിയ. ഇത് അസീസിയയുടെ സ്ട്രീറ്റാണ്. ഒരു രക്ഷയില്ല കേട്ടോ, പൊളി വൈബാണ് ഇവിടെ. എനിക്കിഷ്ടമാണ് രാത്രി ഇതിലേക്ക് ഇറങ്ങി നടക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഞാൻ ഇന്ന് വീട്ടിൽ കയറിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങും. ഇന്ന് കുറേ സ്ഥലത്തൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് രാത്രിയിൽ. അപ്പം അങ്ങനെ പിന്നീട് കാണാം. ഇവിടെ ഈ റോഡിൻ്റെ നടുക്ക് ഇതുപോലെ സിഗ്സാഗ് ലൈനുകൾ വരച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഈ കാണുന്ന വരകൾക്കാണ് സിഗ്സാഗ് ലൈനുകൾ എന്ന് പറയുന്നത്. ഇത് എന്തിനാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇവിടെ ദോഹയിൽ പല സ്ഥലങ്ങളിലും റോഡിന് നടുക്കായിട്ട് ഇത് കാണാം. വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. വ്യാഴാഴ്ചയല്ലേ, എന്തായാലും പുറത്ത് പോവാം. ഈ ഒരു ഭാഗമൊക്കെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ എപ്പോഴും കാണുന്നല്ലേ. എനിക്കിഷ്ടമാണ് ഈ സ്ട്രീറ്റ്, കാരണം വലിയ തിരക്കുകളൊന്നുമില്ല. എൻ്റെ ബാക്കിൽ കണ്ടോ ഒരു വലിയ വീടാണ്. അതുപോലെ ഈ പള്ളി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ പാർക്കിംഗ് കിട്ടും. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഫുള്ളാണെങ്കിലും ഇവിടെ എന്തായാലും വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള 1-2 സ്പേസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ പോവാണ്. അവസാനം കറങ്ങി തിരിഞ്ഞ് അൽനാസർ സ്ട്രീറ്റിലെത്തി. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റും അറബിക് റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. തുർക്കിഷ് സെൻട്രൽ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയേക്കാം. ഇന്ന് അറബിക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് അസീസിയിലെത്തി. അപ്പോൾ ഗുഡ് നൈറ്റ്. വ്യാഴാഴ്ച രാത്രിയിലെ കറക്കങ്ങളെല്ലാം കഴിഞ്ഞു തിരിച്ചു കയറാൻ പോവാണ്.